വരൂ, ഇരിക്കും. നമസ്കാരം. തങ്കത്തിന്റെ ഓപ്പറേഷന്റെ തീയതിയുടെ കാര്യം പറയാനാ വിളിപ്പിച്ചത്. 15-ാം തീയതിയാണ് സർജറിയുടെ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. 15-ാം തീയതി എന്ന് പറയുമ്പോ ഇനി 3 ദിവസം. അന്നേ ദിവസം എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളും ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും. അഥവാ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായാല് കൈകാര്യം ചെയ്യാൻ ഈസി ആയിരിക്കും. അതെന്താ മേഡം അങ്ങനെ പറഞ്ഞേ? അമ്മയുടെ ഓപ്പറേഷന് കുഴപ്പമല്ലതും? നോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എപ്പോഴും ഞങ്ങൾ ഡോക്ടേഴ്സ് സേഫ്റ്റി മെഷേഴ്സ് നോക്കുമല്ലോ. ഓപ്പറേഷൻ കഴിഞ്ഞ അമ്മ പൂർണ്ണ ആരോഗ്യത്തോടെ ഒരു കുഴപ്പമില്ലാതെ. ചില കാര്യത്തിൽ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. സർജറി നടന്നാൽ തങ്കം പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് വരാനുള്ള ചാൻസ് 70%. 10% മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ കരുതുന്ന പല കേസുകളും സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്ന ഹിസ്റ്ററിയുമുണ്ട്. സോ 70% ഈസ് ഗുഡ് വൺ. അപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞാലും അമ്മയുടെ കാര്യത്തിൽ പൂർണ്ണ ധൈര്യം പറയാൻ പറ്റില്ല അല്ലേ ഡോക്ടർ? സർജറി കഴിഞ്ഞാ ഞാൻ ഈ പറഞ്ഞ സാധ്യതയുണ്ട്. അതല്ല, സർജറി ചെയ്യുന്നില്ല എന്നാണ് തീരുമാനമെങ്കിൽ കൂടി വന്ന ഒരു 10-15 ദിവസം. അതിനപ്പുറം എനിക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ ആ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കൂ. സർജറിക്ക് മുൻപ് പ്രതീക്ഷകൾ മാത്രം പങ്കുവെച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. സത്യം പറയുന്നതാണല്ലോ അതിന്റെ ശരി. മനസ്സിലായി ഡോക്ടർ. ഓപ്പറേഷൻ ഡോക്ടർ പറഞ്ഞ തീയതിക്ക് തന്നെ നടക്കട്ടെ. കൃഷ്ണയോട് ഞാൻ സംസാരിച്ചോളാം. ഡോക്ടർ, അവള് ദൈവത്തിന്റെ മുന്നിൽ നിൽക്കുന്ന പോലെയാ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന. കൈവിടല്ലേ ഡോക്ടർ? നീ എപ്പോഴാ വന്നേ? ഡോക്ടർ വിളിച്ചിട്ട് എന്തായി? അത് ഡോക്ടർ ഓപ്പറേഷന്റെ തീയതി പറയാൻ വേണ്ടി വിളിപ്പിച്ചതാ. 15-ാം തീയതിയാ വെച്ചിരിക്കുന്നത്. സർജറി ചെയ്യുന്നില്ല എന്നാണ് തീരുമാനമെങ്കിൽ കൂടി വന്ന ഒരു 10-15 ദിവസം. മാം, ഹൽദിയുടെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ ഗാഥാ മാഡത്തിനെ തന്നെ കൂട്ടാൻ തീരുമാനിച്ചോ? അവളെന്തായാലും ഒരുപാട് റിക്വസ്റ്റ് ചെയ്തതല്ലേ സ്നേ. അവൾ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ല. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ മാം. ഈ അടുത്ത് നവീനും കുടുംബവും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൃഷ്ണയോടാണല്ലോ. കൃഷ്ണയുടെ പെരുമാറ്റം അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതേപോലെ പെരുമാറാൻ ഗാഥാ മാഡത്തെ കൊണ്ട് പറ്റുമോ? അത് ഞാൻ ആലോചിച്ചതാ. ഡ്രസ്സും ആഭരണങ്ങളൊക്കെ എടുക്കാനായിട്ട് കുറച്ചുകൂടെ സമയമുണ്ടല്ലോ. അഡ്ജസ്റ്റ് ചെയ്ത് പെരുമാറാനായിട്ട് ഞാൻ ഗാഥയോട് പറയാം. കൃഷ്ണയെ ഞാൻ രാവിലെ മുതൽ വിളിക്കുന്നതാ മാം. കൃഷ്ണയും സുനന്ദയും ഇതുവരെ ഫോണിൽ കിട്ടുന്നുമില്ല. അവരെ ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ എന്താ കുഴപ്പം?
പറഞ്ഞല്ലോ, ബാക്കി എല്ലാ ചടങ്ങുകളും ഇനി ഞാൻ ചെയ്തോളാന്ന്. എനിക്ക് സത്യം പറഞ്ഞ ഈ സർപ്പശാപൊന്നും ഒട്ടും പേടിയില്ല. ഈ മോഡേൺ കാലഘട്ടത്തില് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തന്നെയാ ഏറ്റവും വലിയ കുഴപ്പം. ഗാഥ, കാലഘട്ടത്തിന്റെ മാറ്റമൊന്നും എന്നെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും ഇന്നേ വരെ പേടിച്ചൊരു ശീലം എനിക്കില്ല. നിന്റെ അച്ഛൻ ശ്രീനിവാസിനെ വെല്ലുവിളിച്ച് നിന്നെ വളർത്താൻ തുടങ്ങിയപ്പോഴേ നിന്നെ ജീവിതത്തിൽ ഏറ്റവും ഉയർച്ചയിൽ എത്തിക്കുന്നുള്ള തീരുമാനം എടുത്തോളാ ഞാൻ. അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും എനിക്ക് ചെയ്യാൻ പറ്റില്ല. വിവാഹം വരെ മാത്രമല്ലേ ഗാഥ മാഡം കൃഷ്ണനെ നമുക്ക് വേണ്ടു. അത് കഴിഞ്ഞാ അവൾ എന്നേക്കുമായിട്ട് പോകുമല്ലോ. ഓക്കെ, നമുക്കിറങ്ങാം. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. സത്യം പറഞ്ഞ കഷ്ടം തോന്നുന്നുണ്ട് സിനി ചേച്ചി. എന്റെ ഫ്രണ്ട്സൊക്കെ ഈ ശാപത്തിന്റെ കഥകളൊക്കെ അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ അവളുമാരുടെ മുന്നില് എനിക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റില്ല. അതൊക്കെ മാഡത്തിന്റെ വെറും തോന്നല. സിത്താര മാമിന്റെ ടെൻഷൻ ഗാഥ മാഡം ഉൾക്കൊണ്ടേ പറ്റൂ.